അപ്പം നമ്മുടെ റേഡിയേറ്റർ ബേസ്റ്റായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി ഇവിടെ നമുക്ക് അടുത്ത ഗെയിം സൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ട്രക്കിൻ്റെ സഹായം ഇല്ലാതെ കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പം നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാറി കേട്ടോ. അപ്പം നമ്മൾ അടുത്ത ആക്ഷനുള്ള ഒരുക്കമാണ്. അടുത്ത ആളുടെ ടേണാണ്. ഇനി നമ്മൾ കാട്ടുപന്നി അല്ലേ? അതെ അതെ, നമ്മുടെ ആ വണ്ടി ഇതായി പോയി, കംപ്ലൈന്റ് ആയി പോയി. നമുക്ക് അടുത്ത വണ്ടി വന്നു. പക്ഷെ അതിനകത്ത് നമ്മള് പക്ക നായാട്ടിന് പോകുന്ന ഫ്ലോറിൽ എടുത്ത് പോകണം. അങ്ങനത്തെ ഒരു വണ്ടിയിലാണ് ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത്. അപ്പൊ അടുത്ത ഷൈൻ്റെ ടേണാ? യെസ്, റെഡി ഫോർ ഇറ്റ്. ഓക്കെ, നമ്മൾ അപ്പോൾ ഓൾ സെറ്റ് റെഡി. അപ്പോൾ ഞങ്ങളെല്ലാം കയറുവാണ്. അപ്പം നമുക്ക് അടുത്ത അല്ലേ പൊളിക്കല്ലേ? ഷൈന് അറിവനുസരിച്ച് ഇപ്പൊ അടിക്കാൻ പോകുന്ന അതിന്റെ പ്രത്യേകത വൈൽഡ് ഇത് നമ്മുടെ ബോറ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പുച്ചിന്റെ ഇടയ്ക്ക് കിടക്കുക. അത് ഓൾവേസ് ഈറ്റിംഗ് ആണ് ഈ പന്നിയെ. കാട്ടുപന്നിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് മുട്ടയിൽ അഴിഞ്ഞു പോയി അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് അടിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു കാര്യം പറയാം, സാധനത്തിന് അടിച്ചില്ലേ തിരിച്ച് മുട്ടയിൽ അഴിഞ്ഞ് തന്നെ വരണം. ഞങ്ങള് നമ്മളൊക്കെ പെട്ടു. അല്ല, അത് നമ്മുടെ മറ്റേ ഓൾഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് നന്നായി. താങ്ക് യു മിസ്റ്റർ ജീതു. പക്ഷെ എനിക്കിപ്പോ ഇതില് പോകുമ്പോ എനിക്ക് തോന്നുന്നത് അറിയാം, കുറച്ചും കൂടെ കൈയുള്ള സാധനം ഇടണമായിരുന്നു. പിന്നെ ഞാൻ ഇതിനെ കാണിച്ചാൽ പകുതി വീട്ടാൻ വന്നു കേട്ടോ. ലുക്കിലല്ല കാര്യം, ഇത് കാണിച്ച കാര്യമില്ല. അല്ല, പന്നി നോക്കുമ്പോൾ തീറ്റ വന്നിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് അടുത്തേക്ക് മാനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമല്ലോ. മാന് അതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ ഒന്നുകൂടെ ഒരു ഗെയിം ഡ്രൈവും പോയിട്ട് അടിക്കുകയും ചെയ്യാൻ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങള് 2 ദിവസം പരിപാടി 3 ദിവസം 4 ദിവസം ആവുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്നാണെങ്കിലും അടിപൊളി സംഭവങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊരു ത്രില്ലായി മാറി. 50,000 കൊടുക്കും. നല്ല ഹാപ്പി പോയി. അതെ, കാശ് പോട്ടെ, പവർ വരട്ടാനുള്ള മൂഡിലേക്കായി. ഇവരൊക്കെ ചെയ്ത പോലത്തെ എയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം നാളെ അടിക്കും കേട്ടോ. കൺഫേം ആയിട്ട് അടിക്കും. ഇവൻ എന്നേക്കുന്നതിന്റെ മുന്നേ നീ രാവിലെ പോയി അടിച്ചിട്ട് പോരെ കേട്ടോ. ഷൈജോനെ വിളിച്ചോണ്ട് പോകും. പറന്നു പോകുന്ന കിളി ഏണി വെച്ച് അടിക്കാൻ വേണ്ടി. ഞാനൊന്നും അടിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഈ പാവം പിടിച്ച നിഷ്കളങ്കനായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഒരു ഏറ്റവും വലിയൊരു ജീവിനെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അത് അടിക്കാണെന്ന് പറഞ്ഞു. എന്നാ വൈൽഡ് ഗിനിയാണ്. വൈൽഡ് ഗിനിയെ അടിക്കാൻ അപ്പൊ പുള്ളി എന്നെ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ ഇത്രയും ഹണ്ടൊക്കെ ചെയ്തല്ലോ, അപ്പൊ നിങ്ങൾ അടിച്ചോ. പക്ഷെ പുള്ളി ഇതിനെടുക്കും, ബേഡിനെ പുള്ളിക്ക് കൊടുക്കണം. ഫ്രീ ഓഫ് ചാർജിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. പുള്ളിക്ക് അറിയാം ഇതിനെ എന്തേലും അടിച്ചാൽ കിട്ടിയാലും ഇറങ്ങി. എനിക്ക് പേടിയാവുന്നു. എന്റെ ഗർഭം ഇങ്ങനെയല്ല. സംഭവത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിവർ ബെഡ്, ഒരു വാട്ടർ ബോഡിയോട് ചേർന്ന ഇതൊരു വെറ്റ്ലാൻഡാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾ മെല്ലെ സൗണ്ട് ഉണ്ടാക്കാതെ പോകണം. ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരെ അടുത്തുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും അവൻ വിട്ടുപോകുകയെന്ന് വിചാരിക്കാം. എന്നാണെങ്കിലും നല്ല സൺസെറ്റിൻ്റെ സണ്ണൊക്കെ വരുന്നുണ്ട്. നമുക്ക് കാട്ടുപന്നി എന്ന് പറയുമ്പോൾ അതൊരു നൊസ്റ്റാൾജിയ തന്നെയല്ലേ.
500 മീറ്റർ മുമ്പോട്ട് നടന്നു. ഇവിടെ ഒരു ചാലുണ്ട്. ഇവർ പോകുന്ന വഴിച്ചാലും ഈ ബുഷസിൻ്റെ അപ്പുറത്താണ് കുഞ്ഞായിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ വലുത് ഫുൾ ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെയാലും ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് സൗണ്ട് കേൾക്കുന്നില്ല. നേരത്തെ നല്ല ഈസ് അപ്രോച്ചിങ്. തോക്കുകളേന്തിയ സുന്ദരിയോടൊപ്പമുള്ള ഹണ്ടിങ്. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ ഒരു വെറ്റ് ലാൻഡിൽ കൂടെയുള്ള പന്നികളെ തേടിയുള്ള യാത്രയാണ്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. സമയം നല്ല ഒരു എന്താ പറയുക, ഒരു വൈകുന്നേരം ഒരു 6:30 ടൈമായി. ഈ സമയത്താണ് പൊതുവെ പന്നികൾ പുറത്തിറങ്ങുന്നത്. നമ്മുടെ ഫുട് പ്രിൻ്റെല്ലാം കാണാൻ പറ്റുന്നത്. ഇനി അധികം സമയം കളയുന്നില്ല. ഏറ്റവും പെട്ടെന്ന് നമുക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കണ്ടില്ല. ബുഷിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി തുടങ്ങി. പക്ഷേ ഇങ്ങോട്ട് നടന്നില്ലെങ്കിൽ നാളെ നോക്കാമെന്നാണ് പറഞ്ഞത്. അവരെല്ലാവരും നിരയായിട്ട് നടക്കുവാണ്. ഏറ്റവും പുറകിലാണ്. പക്ഷേ അടിപൊളി വൈബ് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. This is very nice, sir. I really love it. നമ്മൾ ഓടുന്ന വണ്ടിയിൽ അടിക്കാൻ പോവാണ്. ഒരു സാധനം കണ്ടാ അടിക്കും, നമ്മൾ സ്പോട്ടിലടിക്കും, ഉറപ്പാണ്. ഭയങ്കര ഡാർക്കാണ് ഇവിടെ. അതെ അതെ. കാര്യം നമുക്ക് ഒത്തിരി കിട്ടി. പക്ഷെ നല്ലൊരു ആംബിയൻസി വന്നില്ല. പിന്നെ ഒത്തിരി സമയം രാത്രിയായി. പിന്നെ പാമ്പും ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്കറിയാലോ, നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും എല്ലാം സ്പോട്ടിൽ കിട്ടണം എന്ന് വിചാരിച്ചത് നടക്കില്ല. അപ്പം ഇറക്കിയാലും നമ്മൾ എന്നാലും വിടുന്നില്ല. പന്നിനെ അടിക്കണം എന്നുള്ള വാശി തന്നെയാണ് ഷൈന. അപ്പം നമ്മൾ നാളെ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇപ്പം നമ്മൾ മെല്ലെ തിരിച്ച് മെല്ലെ റൂം വരെ പോകും. അപ്പം ഞങ്ങളുടെ ഹണ്ട് ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഞങ്ങള് നൈറ്റിലല്ലേ ഷൈനെ? നൈറ്റ് ആണ്. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഞങ്ങള് വണ്ടിയുടെ മുകളിൽ തന്നെ ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് ഫുൾ നൈറ്റ് നോക്കുവാണ്. അതെ, എന്തിനെ അടിക്കാൻ റെഡിയാണ് നമ്മൾ. അതുപോലത്തെ റൈഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയുടെ ഇതുണ്ടോ, വണ്ടിയുടെ മുകളിൽ നിന്നുള്ള പരിപാടിയാട്ടോ. ഇവിടെ വണ്ടി അപ്പോൾ ഏതൊക്കെയാലും 2-3 ദിവസം ഇതിനു വേണ്ടി തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. രാത്രിയെന്നോ പകലൊന്നും ഇല്ല. അടിക്കണം എന്ന് വിചാരിച്ചാൽ അടി തന്നെ അടി. നമ്മുടെ കൂട്ടുകാരി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. പാവം എത്ര രാവിലെ തുടങ്ങിയതല്ല. നല്ലൊരു അതെ, ഒത്തിരി നമുക്ക് ഇപ്പം എല്ലാത്തിനും നമ്മൾ കാണുന്ന എല്ലാത്തിനും നമുക്ക് അടിക്കാനും പറ്റിയല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ഒത്തിരി
ഓസ്ട്രിച്ചും മറ്റേ ഇതും നമ്മുടെ വൈൽഡ് ബോർ മാത്രം അടിക്കാൻ പാടില്ല. അടിക്കാൻ പാടില്ല. ഒരു മടുപ്പോയില്ല. അത് ഇവരെ ആ ഒരു ഡെഡിക്കേഷനാണ് ഇത് ചെയ്യുന്നത്. അത്ര ഇൻട്രസ്റ്റോടെ അവർ ചെയ്യുന്നത്. അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ മുത്താണ് അല്ലേ? കണ്ടോ 12 വയസ്സിലെ പുള്ളിക്കാരിയുടെ ഹണ്ടിങ് തുടങ്ങിയെന്ന്. പല അപ്പൊ പുതിയ ദിവസം തുടങ്ങി. നമ്മൾ ഒട്ടും താമസിക്കുന്നില്ല. രാവിലെ സ്പ്രിംഗ് അടിക്കുമല്ലേ? മറ്റേ ഇത് വൈൽഡ് ബോർ അടിക്കാൻ പറ്റൂലെന്ന് അവര് പറഞ്ഞത്. ഇന്നത്തെ വെതർ വെച്ചിട്ട് എല്ലാം എവിടെയെങ്കിലും ഗൈഡായിരിക്കും. ഹെവി സംഭവമായിരിക്കും. അവർക്ക് പിന്നെ സമയമില്ല. അപ്പൊ ഏതൊക്കെയാലും ഇപ്പൊ ഇന്നലെ നമ്മളെ വെട്ടിച്ച് കിടന്ന സ്പ്രിംഗ് പോയി അടിക്കുക ഇന്ന്. അത് കൂടാതെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിനോദങ്ങളും ഏർപ്പെടാൻ താല്പര്യമുണ്ട്. നമുക്ക് പോയി നോക്കാം. ബ്രോ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഹൈറ്റ് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ ഇന്നലത്തെ കാര്യം? ഓക്കെ. സ്പ്രിംഗ് ഒരു കൂട്ടം പോകുന്നുണ്ട് ഇതിൽ ഒരെണ്ണത്തിന് ഏറ്റവും മുഴുത്തന്നെ നമുക്ക് പൊക്കണം. ബ്രോ അങ്ങനെ സ്പ്രിംഗ് ബോക്കും വീടും അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സാധനം? 1, 2, 3 ആയിട്ടൊക്കെ കാണുന്നുണ്ട്. ഇത് മൂവിങ് ആയതുകൊണ്ട് അതിൻ്റെതായ ടാസ്ക് അതായിരിക്കും അല്ലേ? ഇത്ര അടിക്കും നമുക്ക് നിൽക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അതാ. അതെ അതെ അതെ, എന്നാണെങ്കിലും അങ്ങനെ അടിച്ച്. പക്ഷെ ഇത് എന്താ ഹെവി ആയിട്ട് ഇത് ബാലൻസ് ചെയ്യുമ്പോഴേ മൂവിങ് ടാസ്ക് വെച്ചിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മുടെ കൊച്ച അടിപൊളിയാ. പുള്ളിക്കാരിയാണ് അതിൻ്റെ ആള്. ഓക്കെ, സോ ഐ ക്യാൻ സീ യുവർ അഡ്രിനാലിൻ ഈസ് റഷിംഗ് ടു ഗോ ഫോർ ഹണ്ട് ആക്ച്വലി. അപ്പം നമ്മുടെ സാധനം ഇവിടെ അടിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് സാധനം. അടിപൊളി മുഴുപ്പുണ്ട് കേട്ടോ. ബ്രോ നല്ല ക്യൂട്ട് ആനിമലിനെ അടിച്ചല്ലേ? അടിപൊളിയായിട്ട് അല്ലേ? അപ്പം അങ്ങനെ ആ ആഗ്രഹം നടന്നു അല്ലേ? ഇവൻ നമ്മളെ ഇച്ചിരി ഓടിച്ചു എന്നാലും സംഭവം കിട്ടും. സ്ട്രോങ് ആണ്, നല്ല രസം അല്ലേ? സംഭവം ഒരു ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇരിക്കുന്ന ഒരു കിട്ടുമ്പോൾ ഒരു ഫീൽ അല്ലേ? അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ് അല്ലേ? സംഭവം അടിപൊളി ഒരു ഫീലാണ്. Okay, what you were saying about the springbok? No, it's mostly the people from the local, from Kent and everywhere, that like to come and then ask us about what they can hunt here. And this is the most popular one, the springbok, the national animal. So yeah. And there's one more interesting fact actually. A South African rugby team. Yeah, Springbok team. Springbok, because they move like Springbok. Jason Colby. Yeah, so that's what. Anyway, ഞങ്ങൾക്ക് ഇത്രയും നല്ല എക്സ്പീരിയൻസ്, പുള്ളിക്കാരിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നൈസ് having you on our side against the animals. You give me almost heart attack because yo. നമ്മൾ ബിഗിനർ ആണ്, അതുകൊണ്ടാണ് അവർക്ക് വി ആർ നോട്ട് എക്സ്പീരിയൻസ്. സോ ദാറ്റ്സ് വൈ ദെയർ റോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ പ്ലേ എ ബിഗ് റോൾ. We were always backing us and saying what to do, and we still do stupid actions, but I must say she was from very beginning. Thank you. That's how we did the hunt ends last night. Yeah. Okay, അപ്പോൾ നമ്മൾ ലോഡ് ചെയ്യുമോ അല്ലേ? സംഭവത്തിന് ലോഡ് ചെയ്യുന്നു. അപ്പം തകർത്ത് അല്ലേ? നമുക്ക് ബെബിനൊരു പൊൻതോല് കൊടുക്കാം. ഏതൊക്കെയാലും ഒരു സ്പ്രിംഗ്ബോക്കിനെ അടിച്ച ഒരു കൺഗ്രാജുലേഷൻ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇന്നലത്തെ സഫാരിയിലൂടെ കിട്ടിയതാണ്. അപ്പം എന്നാണെങ്കിലും സാധനം അടിച്ചു. രാവിലെ തന്നെ സ്പ്രിംഗ്ബോക്കിനെ അടിച്ച് ഞങ്ങളുടെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഹണ്ടിങ് വളരെ എഫക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടൈപ്പ് മീറ്റും ഉണ്ട്. ഇപ്പോൾ ഏത് വേണം നമ്മളോട്? ഇലാൻ വേണമെങ്കിൽ ഇലാനുണ്ട്, ഓസ്ട്രിച്ച് വേണമെങ്കിൽ ഓസ്ട്രിച്ച് ഉണ്ട്, സ്പ്രിംഗ്ബോക്ക് വേണമെങ്കിൽ സ്പ്രിംഗ്ബോക്ക് ഉണ്ട്. സാധനം വണ്ടിയിൽ ലോഡാണ്.
അപ്പം ഞങ്ങളുടെ 3 ദിവസത്തെ പരിപാടി ഏകദേശം എൻ്റെ ഇപ്പോൾ ആവാനായ സമയമായി. ഏകദേശം നമുക്ക് പാക്കൊക്കെ ആയി. ഹണ്ടിങ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടികളൊക്കെ എന്നൊക്കെയാണ്? നമുക്കിനി സ്കിന്നിങ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ കൂളിംഗ് ഉണ്ട്. അപ്പം മീറ്റ് കേടായി പോകല്ലോ? നമ്മൾ ആദ്യ ദിവസം അടിച്ചതും നമ്മൾ ഇന്നലെ അടിച്ചതും ഇതെല്ലാം കൂടി അവർ ഫ്രീസ് ചെയ്തേക്കുവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വലിയൊരു ഇഷ്ടംപോലെ ഫ്രീസർ ഉണ്ട്. എന്നറിയോ, ആസ് എ മലയാളിയായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഇവര് 2 കുറവാണ് എടുക്കുന്നത്. 14 കിലോ ഉണ്ടായിരുന്നു നമ്മുടെ ഓസ്ട്രിച്ചിന്റെ 2 കാല്. അത് കഴിഞ്ഞ് ആ കറമ്പായിക്ക് നമ്മൾ സെറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 20 കിലോ ഇറച്ചി എക്സ്ട്രാ കിട്ടി. ഫുള്ള് ബോഡി സ്കിന്നിങ് അവരതൊന്നും എടുക്കത്തില്ല. ഇവര് ഇവിടുത്തെ വെള്ളക്കാർ എടുക്കത്തില്ല. കാലിന്റെ കുറവ് മാത്രമേ എടുക്കത്തുള്ളൂ. ആ കുറവ് തന്നെ ഒരു 14 കിലോ മേലെ. അത് ഞങ്ങൾക്ക് ഇവിടെ തോന്നി. ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ ഓർഡർ കൊടുക്കുമ്പോഴേ കിട്ടുന്ന മീറ്റിന്റെ പീസൊക്കെ കാണണം. അതായത് അല്ലേ, ഇന്നലെ നമ്മൾ കാണിക്കും. ഇന്നലത്തെ അല്ല, നിങ്ങൾ ആ എന്നെ പറഞ്ഞ പോർക്കിന്റെ ആഷ്വിൻ എന്ന് പറഞ്ഞ പീസ് അത് തന്നെ ഒരു 1/4 കിലോ. അത് കാലിലൊരു ഇതാണ്, ഷാങ്കാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് മീറ്റിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരെ അങ്ങനെ എടുക്കാറ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതിനെല്ലാം ഡിമാൻഡ് ഉണ്ട് അല്ലേ? കാല് തൊട്ട് തലവരെ നമ്മൾ എടുക്കുമല്ലോ. അതെ അതെ. പിന്നെ ഇതിന്റെ ഇലാൻഡിന്റെ പോട്ടി എടുത്തിട്ടുണ്ട് അല്ലേ? ഇലാൻഡിന്റെ പോട്ടി എടുത്തിട്ടുണ്ട്. അതിനൊന്നും കളഞ്ഞിട്ടില്ല. ഇൻഡസ്ട്രിയിലൊന്നും എടുക്കത്തില്ല. ഓക്കെ. അപ്പൊ ഞങ്ങൾ രാവിലത്തെ ഒരു ബ്രേക്ക്, അതിരാവിലെ പോയി ഹണ്ട് കഴിഞ്ഞു. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് കളക്ട് ചെയ്യുന്നതൊക്കെ കാണിക്കാം. വണ്ടി ഇതുണ്ടോ, നമ്മള് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ അകത്തെല്ലാം മീറ്റ് കയറ്റേണ്ടതാണ്. വണ്ടിയുടെ കോലം ഒരു കോലമായി കേട്ടോ എൻ്റെ പൊന്നോ. ഇന്നലെയൊക്കെ ഒത്തിരി ഓഫ് റോഡ് പോയി. അപ്പം ഒത്തിരി ഇതുണ്ട്. ഇത് നമ്മൾ മീറ്റ് കൊണ്ടുപോകാൻ വന്നേക്കുന്ന പാത്രങ്ങളാണ്. 3-4 പാത്രമുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇനി ലോഡ് ചെയ്യണം. ഈ സാധനങ്ങളെല്ലാം കയറ്റണം. അപ്പൊ അങ്ങനെ നാളെ തികയൊന്നും അറിയത്തില്ല. 100-300 കിലോ ഉണ്ട്. അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആയിരിക്കും നമ്മൾ ഈ മീറ്റ് എല്ലാം എന്ത് ചെയ്യും എന്നുള്ളത്. മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും ബൾക്ക് മീറ്റ് വരുമ്പോൾ നമ്മൾ കുറേ ഡീപ്പ് ഫ്രീസ് ചെയ്യും. എല്ലാവർക്കും തന്നെ ഡീപ്പ് ഫ്രീസർ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇത്രയും ഫാമിലി ഉണ്ടല്ലോ, കുറേയൊക്കെ ഡീപ്പ് ഫ്രീസ് ചെയ്യും. ബാക്കി നമ്മൾ അവിടെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് എല്ലാം കൊടുക്കും അല്ലേ? എത്ര കിലോ ഓർഡർ ആക്കിയിട്ടുണ്ട് ഷൈൻ? എത്രയോ? 154 കിലോ നമ്മുടെ എലാണ്ട്. പിന്നെ ഇപ്പൊ ഓസ്ട്രിച്ചും മറ്റേത് പെട്ടെന്ന് അടിച്ചാണല്ലോ. നല്ലൊരു 10-60 കിലോ ഓർഡർ വീണ്ടും വന്നിട്ടുണ്ട്. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ആനിമലിന് വേണ്ടി വരിക, അത് അടിക്കുക, എന്നിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ശരി. പക്ഷേ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആവേശം. അപ്പോൾ എല്ലാവർക്കും ഓരോന്നോരോന്ന് അടിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് ഒത്തിരി മീറ്റ് ഒന്നിച്ച് വന്നത്. പക്ഷേ എന്നാലും ഇതിന് എപ്പോഴും ഡിമാൻഡുണ്ട്. നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിലും അല്ലെ, ആൾക്കാർക്ക് താല്പര്യമാണ് എപ്പോഴും. നമ്മൾ അന്ന് കാരണം നമുക്കിവിടെ ഒരു ബീഫ് 1 കിലോ മേടിക്കണേ 120 റാൻഡ് എടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 80 റാൻഡ്, 100 റാൻഡ്. അതെ, നമ്മൾ അത് 150 രൂപ വരെ ആവേ ഓസ്ട്രിച്ചിന് മീറ്റിന്. പിന്നെ ചിലർ വെറുതെ ഇവിടെ ഹണ്ടിന് വരുന്നത് ഹണ്ട് മാത്രം, മീറ്റ് ഒന്നും എടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും ഈ മീറ്റ്. അതല്ലെങ്കിൽ ഈ നമ്മൾ ബുച്ചേഴ്സ് ഉണ്ട്, ബുച്ചേഴ്സിന് എടുത്തുകൊണ്ടേ നമ്മൾ മീറ്റ് കൊടുക്കുക. പക്ഷെ അന്നേരം ഇത്രയും പൈസയൊന്നും നമ്മൾ കിട്ടിയില്ല. പക്ഷേ എപ്പോഴും നമുക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ തന്നെ വിശേഷങ്ങൾ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ? അങ്ങനെ നമ്മൾ എന്താ പറയുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മീറ്റ് കളക്ട് ചെയ്ത് ഇനി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈ പറയേണ്ട സമയമായി. ഓക്കെ, അപ്പം വാട്ട് എ ഡേയ്സിന് നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു. 2-3 ദിവസം നല്ല അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് പോയി വണ്ടിയിൽ ചെയ്യേണ്ട സ്പേസ് ഉണ്ടാക്കണം. മീറ്റൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസും കൂടി ഉണ്ടാക്കണം. 500 കിലോ കയറ്റാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് സംഭവം. ഇവിടുത്തെ ഓർഗനൈസർ ആയില്ലേ ഷാൻ? ഇവിടുത്തെ ഓർഗനൈസർ ആയില്ലേ? ഓക്കെ, നമ്മുടെ സാധനം ഇവിടെ കൂളിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീറ്റുകളെല്ലാം ഇങ്ങനെ പാക്ക്. ഇത് വേറെ എടുത്തല്ലോ. 2.5 കിലോ വെച്ച് എല്ലാം പാക്ക് ചെയ്തേക്കാണ്. നമ്മൾ കൊടുത്ത കൂടിൻ്റെ അകത്ത് തൂക്കി കൂളിംഗ് ചെയ്തു അല്ലേ? നമുക്ക് 3 മണിക്കൂറൊക്കെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോയി നമ്മുടെ ഫ്രീസറിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അത് ഇന്നലെ കൂളി ചെയ്താൽ ഇപ്പം നല്ല. ഇനി നമുക്ക് ഒരു 3-4 മണിക്കൂർ കുഴപ്പമില്ല. അപ്പം സ്കിന്നിങ് കൂളിംഗ് ഇതെല്ലാം പാക്കേജ് ആണ്. അതെ, കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി വൈബാണ്. അതെ അതെ, ഞാൻ നല്ല സെറ്റാക്കി തരും അല്ലേ? ഓക്കെ, ഞാൻ അല്ലേ കേപ് ടൗൺ കാണാൻ. ആഫ്രിക്കയിലെ കാണേണ്ട സ്ഥലം എന്ന് പറയുന്നത് കേപ് ടൗൺ ആണ്.
അല്ലാണ്ട് ഡെർബിന് ജോനാസ്ബർഗ് അല്ല. ജോനാസ്ബർഗ് ഡേഞ്ചറാണ്. പക്ഷെ ഓക്കെ വന്ന് കാണേണ്ട സ്ഥലം യൂറോപ്യൻ കൺട്രീസ് മാറി. അതെ. അല്ല ഞാൻ സാധാരണ ആൾക്കാരെ കൊണ്ട് പോകാറുണ്ട്, സ്ഥലങ്ങൾ കാണിക്കാൻ പോകാറുണ്ട്. ഞാൻ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അടുത്ത ദിവസങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, പലരും ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ അവരെ കൊണ്ട് പോകാറുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഇവരാണ് എന്നെ ഹണ്ടിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. എന്ന് വെച്ചാൽ എൻ്റെ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നെ ഹണ്ട് ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഹണ്ടിങ്ങിനോട് അല്ലേ എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ ഇവരോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഒരു ബേസിക് കാര്യങ്ങൾ അറിയത്തില്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതെ ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ വരുവാണെങ്കിൽ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ട്രെയിനിങ് എടുക്കാതെ വന്നിട്ട് നമ്മൾ ഓരോ പൈസ കളയുന്നതിന് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചതെന്നു വെച്ചാൽ ഉറപ്പായിട്ടും തിരിച്ചു വരുന്നുണ്ട്. ഒരു സ്പ്രിംഗ് ബോക്കിനെ അടിച്ച് തന്നെ തുടങ്ങാം. അത് ഇച്ചിരി ചലഞ്ചിങ് ആണ്, ഓടി കളിക്കുന്നു, അത് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഷൈ അതുകൊണ്ട് മൂവിങ്ങിൽ അടിക്കേണ്ടി വരും. അതെ അവെയർ ആയിരിക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ. അതെ പറയാൻ പറ്റില്ല. എന്നാണെങ്കിലും എന്നെ ഏതെങ്കിലും ഗെയിമിങ്ങിലേക്ക് കൊണ്ടുവന്നതിൽ കേട്ടോ താങ്ക് യു അഗൈൻ. ന്യൂസിലാൻഡിൽ നിന്ന് എത്ര യാത്ര ചെയ്ത് ഇവിടെ വന്നതിനും ഈ പരിപാടി നമുക്ക് വിളിച്ചു വരുത്തിയ ഇവിടുത്തെ നമ്മളിപ്പോൾ ആരായി? അതെ ഓക്കെ. ഇതിന്റെ ക്രെഡിറ്റ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്നാണെന്നറിയാവോ? ഒരു മറ്റേ ഇലാൻ വീണപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ അവനോട് കൈ ഇങ്ങനെ പിടിച്ച് ഫിംഗർ ഷൈനല്ലേ പറഞ്ഞത്, ഫിംഗർ പിടിച്ച് ഇടാ അടിച്ചോളാൻ അവനോട് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വീണത്, അല്ലെങ്കിൽ ഒന്നും വീഴിയല്ലായിരുന്നു. അങ്ങനെയുണ്ട്. Bro, all set ready? Yes. All good, eh? Okay, we can start packing everything, eh? Okay. അപ്പം താങ്ക് യു അഗൈൻ കേട്ടോ. അപ്പം നമ്മൾ ഇനിയും കൂട്ടുകാരെ ആരെങ്കിലും ഒക്കെ ഇങ്ങനത്തെ നമുക്ക് ചെയ്യാം. അപ്പം എനിക്കും ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. സാധാരണ ചിലപ്പോൾ ഒത്തിരി റിമോട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. റിമോട്ടൊക്കെ ആണെങ്കിലും നല്ല എല്ലാ സൗകര്യവും നമ്മുടെ ഫെസിലിറ്റി ഒക്കെ അടിപൊളിയല്ലായിരുന്നു അല്ലേ? ഒത്തിരി റിമോട്ടാണെങ്കിൽ അതെല്ലാം ഈവൻ ഇന്നലെ ഞങ്ങൾ ലേറ്റായി രാത്രി ഒരു 10 മണിയോടെ എടുത്താണ് ഹണ്ടെല്ലാം കഴിഞ്ഞ് വന്നത്. അപ്പോഴേക്കും നമുക്ക് ഫുഡെല്ലാം ഇവർ തന്നെ ഹോസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കി. അപ്പം ഞാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് മീറ്റൊക്കെ ഇങ്ങനെ കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സ് കാണുവാണ്. ഞങ്ങൾ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റുവാണ്. ഇനി അടുത്ത് ഇതിൻ്റെ മുകളിലോട്ടല്ലേ ഒന്ന് ഫ്ലാറ്റാക്കി വെക്കാം. അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഫ്ലാറ്റാക്കി വെക്കാം, എന്നാലും നമുക്ക് അടുത്ത് അപ്പോൾ ഇതും കൂടെ ഇതെടുത്ത് അതിന് മോളി വെക്കാം അല്ലേ. നമ്മൾ ഫുൾ ലോഡ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അടയ്ക്കാം 4 പാത്രം അതൊക്കെ. ലെറ്റ്സ് സീ ഔട്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ഫുൾ പാക്ക്. വണ്ടി നിറ ലോഡ് അപ്പം ഇതാണ് ഓൾ കേപ്പ് ടൗൺ കഴിക്കാനുള്ള മീറ്റ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അതെ, അപ്പം യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം വീട്ടിലെത്തുന്നുള്ള ഇവരെയുള്ള കാഴ്ചകൾ. ശരി, നിങ്ങൾ ഹണ്ടിങ്ങിന് പറ്റിയ ടീംസാ. എനിക്ക് ഒരു സ്റ്റേജിൽ എനിക്ക് ഒറ്റ പേടി ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹണ്ട് ചെയ്യുമോ. അല്ല ഇവരെ ഒത്തിരി കാലമായിട്ടുള്ള പരിചയക്കാരാട്ടോ. എത്രയോ വർഷങ്ങൾ, എത്രയല്ലേ ബാംഗ്ലൂര് 25 ഇയേഴ്സിൻ്റെ സൗഹൃദമാണ്. അപ്പം അതിനുവേണ്ടി ഹണ്ടിങ് ഒരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്നാണെങ്കിലും ഇവർ സത്യം പറഞ്ഞാണല്ലോ, നമുക്ക് എത്രയോ ഇയേഴ്സ് ബാക്കിലോട്ട് പോയ അനുഭവമായിരുന്നു. നമുക്ക് എല്ലാം ഒരു പുതിയൊരു വെറൈറ്റി അല്ലേ, പുതിയൊരു എക്സ്പീരിയൻസ്. എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ ബോണ്ടിങ് എന്നെ അത്ഭുതപ്പെടുത്തി. പിന്നെ നിങ്ങൾക്ക് ഒരു അതെ തോക്കെടുത്ത് മാറ്റി വെച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ട്രിപ്പ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. ഡിഫറെൻറ്റ് ഹണ്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബാക്ക് ടു ഹോം. നമ്മുടെ മീറ്റ് എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്തു. ഒരു മോർ ദാൻ 6 മന്തിലേക്കുള്ള മീറ്റ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുന്നു. കുറേ പേരൊക്കെ വന്ന് ഇപ്പോൾ തന്നെ കളക്ട് ചെയ്തു. നമ്മുടെ കാണുന്ന വണ്ടികളെല്ലാം മീറ്റ് കളക്ട് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നാണെങ്കിലും ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പുതിയധികം സുഹൃത്തുക്കളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ
അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഫൺ പാർട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു റിസ്ക്കും എല്ലാം കൂടെ കൂടിയ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാണ് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ, ഈവൻ ഗെയിം ഡ്രൈവ് ആണെങ്കിലും അല്ലെങ്കിൽ ഗെയിം ഹണ്ട് ആണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമുക്ക് ബന്ധപ്പെടുന്ന പക്ഷം നമുക്കൊരു അവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കാണിക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കാം. ബാ നമസ്കാരം. എന്നിട്ട് പറ, നമ്മൾ പിരിയേണ്ട സമയമായി ഓൾമോസ്റ്റ്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷൈജുനെ കോൺടാക്ട് ചെയ്താൽ മതി. അതെ, കംഫോർട്ടായിട്ടുള്ള എല്ലാവർക്കും എല്ലാ ടീമിന്റെ കൂടെ നമ്മൾ ജോലി ചെയ്യും. തീർച്ചയായിട്ടും നമ്മള് എഫോർട്ട് ചെയ്യാൻ പറ്റുന്ന റേറ്റില്. അതെ അതെ, അതാണ് നമുക്ക് സോർട്ട് ചെയ്ത് തരും. അതെ അതെ, നമുക്ക് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉള്ളത് നമ്മൾ ലോക്കലാണെന്നുള്ളതാണ് കുറച്ച് ബെനിഫിറ്റ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാ വെച്ചാൽ ഫോറിൻ നാഷണൽസ് ആണ് കൂടുതൽ ഈ ആക്ടിവിറ്റീസിൽ വന്ന് പങ്കെടുക്കുന്നത്. അല്ലേ, അവർ പ്രൊമോട്ട് ചെയ്യുന്നതും ഫോറിൻ നാഷണൽസിനെയാണ് അല്ലേ. നമ്മൾ അവർക്ക് ഡോളറിലല്ല ഡോളറിൽ പേയ്മെന്റ് കിട്ടുന്നതുകൊണ്ട് അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ നമുക്കിങ്ങനെ കുറച്ച് ലോക്കൽസിന് റേറ്റ് കുറവാണ്. അതെ അതെ, സുഹൃത്തും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നമ്മളോട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്കിവിടെ ജീവിക്കുന്നതുകൊണ്ടുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളാം. അപ്പോൾ എന്നാണെങ്കിലും നിങ്ങളെ ഹാപ്പിയാക്കി വിടാൻ പറ്റിയില്ല, സന്തോഷം. നിങ്ങൾ ഹാപ്പി അല്ലേ? നമ്മൾ ഇവർ 2 ദിവസം എന്ന് പറഞ്ഞ ആൾക്കാർ 3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. എൻ്റെ എന്നാണ്, ഞാനും അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു, എനിക്കും അറിയത്തില്ലായിരുന്നു എന്താ വരുന്നതെന്ന്. പക്ഷേ നമ്മളെ കൊണ്ട് സിക്ക് പഠിപ്പിച്ചു. സിക്കല്ല, സിക്കെന്ന് പറയുന്നത്, സിക്ക് എന്ന് പറഞ്ഞാൽ പണി കിട്ടും. ഞാൻ ഒരു ദിവസം കൂടെ ലീവ് എടുത്ത് ലീവ് എക്സ്റ്റെൻഡ് അവർ ഞാൻ നോക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്നാണെങ്കിലും നോക്കട്ടെ. ഞാൻ എൻ്റെ യൂണിറ്റ് മാനേജറുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ യു എൻജോയ് മാൻ എന്ന് പറഞ്ഞു. അവർക്കും ആ സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് അവർക്കറിയാം. എന്നാണെങ്കിലും ഞങ്ങൾ ഏതൊക്കെയാലും ഇന്ന് തന്നെ ഗെയിം മീറ്റൊക്കെ വെച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ശരിക്കും മടുത്തു. ശരിക്കും അല്ലേ? ശരിക്കും മടുത്തു. 2-3 ദിവസം കാട്ടിലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സമയം ഏകദേശം ഒരു ഈവനിങ് ആയി. അപ്പം നിങ്ങളെല്ലാവരും ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ എന്താ പറയുക, ഇതുപോലത്തെ ഉള്ള സീരീസ് നിങ്ങൾക്ക് താല്പര്യമുള്ള പക്ഷം നമ്മൾ ഇനിയും ആൾക്കാരുമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിരിക്കും. അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ബിയോണ്ട് ദ ബോർഡേഴ്സ്. സാധനം കണ്ടാടിക്കും, നമ്മൾ സ്പോട്ടിലടിക്കും.